24 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികളാണ് ഇത്തവണ ദേശീയതലത്തിലെ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് പരീക്ഷ എഴുതിയത്. രാജ്യത്തെ 557 നഗരങ്ങളിലും വിദേശത്തുള്ള 14 നഗരങ്ങളിലുമായാണ് പരീക്ഷ നടന്നത്. കേരളത്തിൽ 16 പരീക്ഷാ കേന്ദ്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് 2 മണിക്ക് തുടങ്ങിയ പരീക്ഷ 5:20 വരെ നീണ്ടു. പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് 11 മണിക്ക് വിദ്യാർത്ഥികളുടെ പരിശോധന തുടങ്ങി. 1:30 ശേഷം പരീക്ഷാ കേന്ദ്രത്തിലേക്ക് ആരെയും പ്രവേശിപ്പിച്ചില്ല. ഫോട്ടോ പതിച്ച അഡ്മിറ്റ് കാർഡ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഒറിജിനൽ തിരിച്ചറിയൽ രേഖ എന്നിവയുമായി വിദ്യാർത്ഥികൾ പരീക്ഷാ ഹാളിൽ പ്രവേശിച്ചു. പരീക്ഷാ ഹാളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള പരിശോധനയും നടന്നു. കണ്ണൂർ ജില്ലയിലെ വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ ഏതാണ്ട് 800-ലധികം വിദ്യാർത്ഥികളാണ് പരീക്ഷയ്ക്കെത്തിയത്. തിരക്ക് നിയന്ത്രിക്കാനായി കുടിയാമല പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിരുന്നു. 5:20 കൂടി പ്രധാന കവാടം തുറന്നതോടെ രക്ഷിതാക്കൾ കൂട്ടമായി കവാടത്തിനരികിലേക്ക് ഒഴുകിയെത്തി. തങ്ങളുടെ കുട്ടികളെ കണ്ടെത്തുന്നതിനു വേണ്ടി പല രക്ഷിതാക്കളും പാടുപെടുന്നത് ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. കുറ്റമറ്റ രീതിയിൽ പരീക്ഷ നടത്താനായതിൻ്റെ സന്തോഷം പങ്കുവച്ച് കോളേജ് അധികൃതർ വിദ്യാർത്ഥികളെ യാത്രയാക്കി. എല്ലാവർക്കും നന്മ വരട്ടെ. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ. കഴിഞ്ഞു